കടമകൾ. ഞാൻ വിഷയത്തിലേക്ക് ശരിക്കും കടക്കുകയാണ്. എന്റെ ഈ മാതാപിതാക്കൾക്ക് ഒരുപാട് കടമകൾ നമുക്ക് ചെയ്യുവാനുണ്ട്. ഈ കടമകൾ നിറവേറ്റിയാൽ മാത്രമേ സ്വർഗത്തിലേക്കുള്ള ഒരു പാതയായി നമ്മുടെ മാതാപിതാക്കൾ മാറുകയുള്ളൂ. ഇങ്ങനെയുള്ള മാതാപിതാക്കൾ, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, എല്ലാം സഹിച്ചുകൊണ്ട് നൊന്ത് പ്രസവിച്ച ഉമ്മ, നമുക്ക് വേണ്ടി വർഷങ്ങളോളം തന്റെ ആരോഗ്യം മുഴുവനും നമുക്ക് വേണ്ടി അധ്വാനത്തിലൂടെ ചെലവഴിച്ച നമ്മുടെ പിതാവ്, ഈ മാതാവിനും പിതാവിനും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ മാതാവിനും പിതാവിനും ഗുണം ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. ഇങ്ങനെയുള്ള ഗുണങ്ങളും ഇങ്ങനെയുള്ള കടമകളും ബാധ്യതകളും നിറവേറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു മാധ്യമമായ ഒരു വഴിയായി നമ്മുടെ മാതാപിതാക്കൾ മാറും. അല്ലാഹുവിന്റെ പ്രവാചകർ ഒരുപാട് ബാധ്യതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കാലത്തിൽ മാതാപിതാക്കൾക്ക് വില കൽപ്പിക്കാതെ കോടിക്കണക്കിന് രൂപ കെട്ടിയുണ്ടാക്കിയ മണിമാളിക പോലത്തെ വീട്ടിൽ ടൈൽസിനാൽ അലങ്കൃതമായ നിലത്ത് ഒന്ന് കാർക്കിച്ചു തുപ്പിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവർ അധികരിച്ചിരിക്കുന്ന ഈ കാലഘട്ടം, ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യത, എന്റെ സഹോദരന്മാരെ, വളരെ ഒരു ഖേദകരമായ ഒരു സത്യം ഞാൻ ഉണർത്തുകയാണ്. ഈയിടെ പത്രത്തിൽ വന്നൊരു കാഴ്ച എന്താണെന്നറിയാമോ? സംഭവം നടക്കുന്നത് ജർമ്മനിയിലാണ് സംഭവം നടക്കുന്നത്. എന്താ സംഭവം? ജർമ്മനിയിലുള്ള വയോവൃദ്ധന്മാരായ ആൾക്കാരെ, അവരുടെ സന്താനങ്ങൾ, അവരുടെ മക്കൾ, അവരൊക്കെ തങ്ങളുടെ ആരോഗ്യം മുഴുവനും ആർക്ക് വേണ്ടിയാണോ ചെലവഴിച്ചത്, അവർ തന്നെ ഇത്തരം വയോവൃദ്ധന്മാരെ നാടുകടത്തുകയാണ്. സ്വന്തം മാതാപിതാക്കളെ നാടുകടത്തുകയാണ്. ഇവിടെയാണ് രസം. എന്തിന്റെ പേരിലാണ് നാടുകടത്തുന്നത്? ജർമ്മനിയിലുള്ള വൃദ്ധസദനങ്ങളിലെ ഫീസ് കൂടി. ജർമ്മനിയിൽ വൃദ്ധസദനങ്ങളിൽ ഒരാളെ ഏൽപ്പിക്കണമെങ്കിൽ ഡോളർ കണക്കിന് വില വർദ്ധിച്ചു എന്നതിന്റെ പേരിലാണ് സ്വന്തം മാതാപിതാക്കളെ മറ്റു രാജ്യങ്ങളിലേക്ക്, അന്യരാജ്യങ്ങളിലേക്ക് കടത്തുവാൻ മക്കൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ ആക്രമിക്കാനും മാതാപിതാക്കൾക്കെതിരെ വാളെടുക്കാനും മടിക്കാത്ത, ഈ കാലഘട്ടം വാദമെടുക്കാനും മടിക്കാത്ത മനുഷ്യന്മാർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രത്യേകമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ അല്ലാഹുവിന്റെ പ്രവാചകര് പഠിപ്പിക്കുന്നു. മാതാപിതാക്കൾക്ക് ഹിദ്മത്ത് ചെയ്യലാണ് സഹോദരന്മാരെ, മാതാപിതാക്കൾക്ക് ഹിദ്മത്ത് ചെയ്യലാണ്. നമുക്കറിയാമോ, നമ്മുടെ മാതാവ് പ്രസവിച്ചു കഴിഞ്ഞു, നമ്മളെ താലോട്ടുകയാണ്, നമ്മളെ താലാടിക്കൊണ്ട് പാട്ടുപാടിക്കൊണ്ട് അർദ്ധരാത്രികളിൽ പോലും, എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് പോലും കുട്ടികളായ നമ്മൾ വാപ്പൊളിച്ച് കരഞ്ഞപ്പോ ഉറക്കം ഒഴിഞ്ഞുകൊണ്ട് നമ്മളെ എടുത്തിട്ട് താരാട്ട് പാടിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇങ്ങനെ താരാട്ട് പാടിക്കൊണ്ട് നമ്മളെ വാരിപ്പുണർന്ന് നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ, ഈ ഉമ്മമാരെ വാർദ്ധക്യത്തിലെത്തിയാൽ ഖുർആൻ പഠിപ്പിക്കുന്നു, നിന്റെ അടുക്കൽ വെച്ച് ആരെങ്കിലും ഒരാൾ വാർദ്ധക്യത്തിലെത്തിയാൽ, അവർ രണ്ടുപേരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ, ഉമ്മയാവട്ടെ അല്ലെങ്കിൽ ഉപ്പയാവട്ടെ, മാതാപിതാക്കളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നിന്റെ അടുക്കലിൽ നിന്ന് വാർദ്ധക്യത്തിലെത്തിയാൽ, അതുപോലെ അതല്ലെങ്കിൽ മാതാവും പിതാവും നിന്റെ അടുക്കലിൽ വെച്ച് വാർദ്ധക്യത്തിലെത്തിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്താണ് സഹോദരങ്ങളെ വാർദ്ധക്യം? നാം ഏവർക്കും സുപരിചിതമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് വയോവൃദ്ധന്മാരുണ്ടാകും. അവരുടെ സ്വഭാവം ഒന്ന് നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്ക്. അവരുടെ സ്വഭാവവും ചെറിയ കുട്ടികളുടെ സ്വഭാവവും തുല്യമാണ്. അതായത് മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴും അവൻ കുട്ടിത്തരത്തിലേക്ക്
കബറിലേക്ക് വഴുതി വീഴുകയാണ്. നോക്കണം സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള മാതാപിതാക്കൾ വൃദ്ധന്മാരായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ട വിഷയമാണ്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം തന്നെ, ഈ വിഷയത്തിന്റെ മർമ്മം തന്നെ ഇവിടെയാണ്. ഈ മാതാപിതാക്കൾ നമ്മുടെ അടുക്കൽ വെച്ച് വാർദ്ധക്യത്തിലെത്തിയാൽ അവരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും വേണം. അവരെയൊന്നും നാം ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരാം. അതൊന്നും പ്രശ്നമാക്കരുതേ, അതൊന്നും പ്രശ്നമാക്കരുതേ. എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുകയാണ്, അവരോട് നിങ്ങൾ ചെയ്യുന്ന വാക്ക് പോലും പറയരുതേ. അല്ലാഹുവിന്റെ പ്രയോഗം നോക്ക്, നിങ്ങൾ അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുതേ. എന്താ, എങ്ങനെയാണ് ഏത് സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദം പ്രയോഗിക്കുന്നത്? നമ്മൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയാതെ പറഞ്ഞു പോകും. അത്രത്തോളമുള്ള പ്രവൃത്തികൾ അവരിൽ നിന്ന് നമുക്ക് സഹിക്കേണ്ടി വരും. മനുഷ്യൻ അറിയാതെ തന്നെ പറഞ്ഞു പോകും. അതപ്പോഴാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്, അങ്ങനെയുള്ള സമയത്ത് ചെയ്യുന്ന വാക്ക് പോലും നിങ്ങൾ പറയരുതേ. മറിച്ച് നിങ്ങളുടെ പിതാവിന് തുപ്പാൻ വരുമ്പോൾ, വയോവൃദ്ധനായ നിങ്ങളുടെ പിതാവിന് തുപ്പാൻ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ താരാട്ട് പാടിയ രോഗിയായ സമയത്ത്, കുട്ടിയായ സമയത്ത് നിങ്ങൾ രോഗബാധിതരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ദിവസങ്ങളോളം ഉറക്കമൊഴിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഉമ്മയുണ്ടല്ലോ, ഈ ഉമ്മാക്ക് തുപ്പാൻ വന്നാൽ നിങ്ങൾ ചെയ്യുന്ന വാക്ക് പറയരുതേ. നിങ്ങൾ ഉമ്മാനെ നോക്കിയിട്ട് ചെയ്യുന്ന വാക്ക് പറയരുതേ. മറിച്ച് ഉമ്മ, എന്നെ പോറ്റി വളർത്തിയ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ജീവിതത്തിന്റെ 90% ഗൾഫ് രാജ്യങ്ങളിൽ പോയി എനിക്ക് വേണ്ടി അധ്വാനം, എനിക്ക് വേണ്ടി ആരോഗ്യം മുഴുവനും നഷ്ടപ്പെടുത്തിയ, എനിക്ക് ചെലവഴിച്ച എന്റെ ഉപ്പ, 2 കൈകളും നീട്ടിക്കൊണ്ട് പറയണം, ഉപ്പ ഇവിടെ തുപ്പ് ഉപ്പ. മാത്രമല്ല, ഉപ്പ വിസർജിച്ചാൽ, അല്ലെങ്കിൽ ഉമ്മ വിസർജിച്ചാൽ ആ വിസർജം തുടച്ചു മാറ്റാനുള്ള കരുണ നമുക്ക് വേണം. തുടച്ചു മാറ്റൽ നമ്മുടെ ബാധ്യതയാണ്. അപ്പോഴാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന വാക്ക് പോലും പറയരുത്. ഇത് അല്ലാഹുവിന്റെ വലിയ പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ കൊണ്ട് പരീക്ഷിക്കുക. ഈ സമയത്ത് മാതാവിനും പിതാവിനും ഹിദമത്ത് ചെയ്യുക, അതാണ് ഒരു മനുഷ്യന്റെ മേൽ പ്രധാനപ്പെട്ട ഒരു ബാധ്യത. കാരണം എത്രത്തോളം ദിവസങ്ങളാണ് നമ്മുടെ മാതാവ് ചെറുതായിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ചെലവഴിച്ചു. നമ്മളെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മുലയൂട്ടുകയും നമുക്ക് ഉറക്കം വരാത്ത രാത്രികളിൽ നല്ല മധുരമായ പാട്ടുകൾ പാടിക്കൊണ്ട് നമ്മൾ ഉറങ്ങുകയും ചെയ്യുന്ന നമ്മുടെ ഉമ്മ, ആ ഉമ്മയെയും നമ്മുടെ ബാപ്പയെയും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മളെ അടുക്കലെത്തിച്ചാൽ നാം അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുത്. മറിച്ച് അവരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും. കാരണം അല്ലാഹുവിന്റെ പ്രവാചകരെ അല്ലാഹുവിന്റെ പ്രവാചകരെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മുസ്ലിമായ മനുഷ്യനാണ് ഉവൈസുൽ ഖർനി. എന്നിട്ട് മനുഷ്യനാണ് ഉവൈസുൽ ഖർനി. അദ്ദേഹം ഇതുവരെ അല്ലാഹുവിന്റെ പ്രവാചകരെ കാണുവാൻ വന്നിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചുവല്ലോ, അസ്ഹാബി എന്റെ സഹാബാക്കൾ ആകാശത്ത് രാത്രി സമയങ്ങളിൽ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രനെ പോലെയാണ് എന്റെ സഹാബാക്കളെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ വിശേഷിപ്പിച്ചിട്ടില്ലയോ? ഈ ചന്ദ്രീ നക്ഷത്ര കൂട്ടത്തിൽ ഒരു അംഗമാകുവാനുള്ള ഭാഗ്യം മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിരുന്നു. അതായത് യമനിൽ നിന്ന് മക്കയിലേക്ക് മദീനയിലേക്ക് വന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകരെ കാണുകയും അല്ലാഹുവിന്റെ പ്രവാചകരുടെ സ്വഹാബാക്കളിൽ അംഗമാകുകയും ചെയ്യാമായിരുന്നു. എന്നാൽ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ലഭിക്കുന്ന
കാണാൻ വന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിക്കുവാൻ അദ്ദേഹം മദീനയിലേക്ക് വന്നില്ല. കാരണം അന്വേഷിച്ചപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിനൊരു ഉമ്മയുണ്ടായിരുന്നു, വയോവൃദ്ധയായ ഉമ്മ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന് വയോവൃദ്ധയായ ഒരു ഉമ്മയുണ്ടായിരുന്നു. അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണുവാൻ മദീനത്ത് വന്നാൽ തന്റെ ഉമ്മ ഒറ്റപ്പെടുമല്ലോ, തന്റെ ഉമ്മയെ ആരാണ് പരിപാലിക്കുക, തന്റെ ഉമ്മയെ ആരാണ് സംരക്ഷിക്കുക എന്ന് പേടിച്ചുകൊണ്ടായിരുന്നു മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകരെ കാണാൻ വരാതിരുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു ചരിത്രമാണ്. നോക്കണേ, അല്ലാഹുവിന്റെ പ്രവാചകർ നാമേവരും ആഗ്രഹിക്കുന്ന, നാമേവരും നമ്മേവരുടെയും ലക്ഷ്യമായ ആദരവായ ആരംഭപ്പോവായ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലൂടെയെങ്കിലും ദർശിക്കുക എന്നുള്ളത് നമ്മുടെ ഏവരുടെയും ആഗ്രഹമാണ്, നാം ഏവരുടെയും ആഗ്രഹമാണ്. അതിനുവേണ്ടി നാം ഒരുപാട് സ്വലാത്ത് ചൊല്ലാറുണ്ട്, അതിനുവേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകരെ കുറിച്ചപ്പോഴും നാം സ്മരിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നോക്കണേ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകർ ജീവിച്ചിരിക്കുന്ന സമയമാണ്. എന്നിട്ട് പോലും തന്റെ മാതാവിനെ കുറിച്ചോർത്തുകൊണ്ട് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ചെയ്തതെന്താ? അല്ലാഹുവിന്റെ പ്രവാചകരെ കാണാൻ വരാതെ മറിച്ച് തന്റെ മാതാവിനെ പരിപാലിക്കുകയാണ് ചെയ്തത്. നോക്കണം, അല്ലാഹുവിന്റെ പ്രവാചകരെ കാണാനുള്ള വലിയൊരു അവസരം മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹം അതിനെ തിരസ്കരിച്ചു. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ഉമ്മ, വയോവൃദ്ധയായ ഉമ്മ ഉവൈസുൽ ഖർനി അല്ലാഹുവിന്റെ പ്രവാചകരെ കാണാൻ വരികയാണെങ്കിൽ തന്റെ മാതാവ് ഒറ്റപ്പെടുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് അദ്ദേഹം തന്റെ മാതാവിനെ സംരക്ഷിക്കുകയാണ്, തന്റെ മാതാവിനെ പരിരക്ഷിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരുപാട് കടമകൾ അല്ലാഹുവിന്റെ പ്രവാചകർ എണ്ണിയും എണ്ണി പറയുന്നു. അൽ ഇജാബത്തു ഇൻ ദഅ, മാതാപിതാക്കളെ വിളിച്ചാൽ അവർക്ക് മറുപടി എഴുതുക. മാതാപിതാക്കളുള്ള ഒരു സദസ്സിൽ മക്കൾ ശബ്ദമുയർത്താൻ പാടില്ല, മാതാപിതാക്കളുടെ മുന്നിൽ കൂടി മക്കൾ നടക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകർ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട, മാതാപിതാക്കളോടുള്ള കടമകളിൽ അല്ലാഹുവിന്റെ പ്രവാചകർ എണ്ണിയിട്ടുണ്ട്. അപ്പോ അൽ ഇജാബത്തു ഇൻ ദഅ, മാതാപിതാക്കളെ വിളിച്ചാൽ അവർക്ക് മറുപടി നൽകുക. അതായത് നമ്മുടെ മാതാവ് നമ്മളെ ആരെങ്കിലും അല്ലെങ്കിൽ പിതാവ് നമ്മളെ വിളിച്ചാൽ നമ്മൾ പോട്ടെ എന്നും പറഞ്ഞ് തിരികെ പോവുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കൂട്ടുകാരൻ ആരോ പോലെ പറഞ്ഞു, ഉപ്പ വിളിക്കും, മോനെ സഹിലെ, ഇപ്പൊ ഞാൻ പറയും ഉപ്പ വെച്ചേക്ക് പോട്ടെ. അങ്ങനത്തെ കുട്ടികളാണ് ഇന്നത്തെ കാലത്ത്. ഈ ന്യൂ ജനറേഷനിൽ 21ാം ലോകം പുരോഗമനവും പരിഷ്കരണവും ഒക്കെയുണ്ട്. എല്ലാ മേഖലകളിലും സാംസ്കാരിക വൈജ്ഞാനിക പുരോഗമനങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം തീരെയില്ല. മാതാപിതാക്കൾ ഇന്ന് വെറുമൊരു കളിപ്പാവം മാത്രമാണ്. നമ്മളെ പ്രസവിച്ചു പോറ്റി എന്നതിലുപരി അവർക്ക് ഒരു സ്ഥാനവുമില്ല. അവരിന്ന് നഗരാന്തരങ്ങളിൽ കുൺകണക്കിന് വളർന്നുകൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങൾ ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ വൃദ്ധസദനങ്ങളാണ് ഇന്ന് സ്വന്തം മക്കൾ മാതാപിതാക്കളെ കൈകൾ പിടിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നത് ആ വൃദ്ധസദനങ്ങളിലേക്ക്. നോക്കണം, അവർ വിളിച്ചാൽ അവർക്ക് മറുപടി നൽകുക. നിങ്ങളുടെ മുമ്പിൽ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം, ഏവർക്കും സുപരിചിതമായ ചരിത്രമാണ്. നിങ്ങൾക്കറിയാമോ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്? ആരാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു? എല്ലാ സമയത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മാത്രമാണ്. ദുനിയാവിയായ എല്ലാ ചിന്തകളിൽ നിന്നും അല്ലാഹുവിനെ ആരാധിക്കുവാൻ ഒരു മലക്ക് മുകളിൽ ടെന്റടിച്ചു ജീവിച്ചിരുന്ന മഹാനായിരുന്നു ജുറൈജ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ സഹോദരാ, ഒരു ദിവസം ആരാധനയിലായിരിക്കെ മഹാനവറുകളുടെ ഉമ്മ
വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജ്. ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ വിളിക്കുകയാണ്. പക്ഷേ ജുറൈജ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലാണ്. അദ്ദേഹത്തിന് വല്ലാത്തൊരു സംശയം. ഞാൻ അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിലാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഉമ്മയേക്കാൾ എനിക്ക് വലുത് ലോകനാഥനായ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹം മറുപടി കൊടുത്തില്ല. മാതാവ് വീണ്ടും മടങ്ങുകയാണ്. അടുത്ത ദിവസവും മാതാവ് വരുന്നു. ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. പക്ഷേ ജുറൈജ് റളിയല്ലാഹു അൻഹു വീണ്ടും നമസ്കാരത്തിലാണ്. അല്ലാഹുവിനോടാണ് താൻ ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ മാതാവിന്റെ വിളയാളം കേൾക്കാതെ മറുപടി നൽകിയില്ല. വീണ്ടും മാതാവ് തിരികെ പോവുകയാണ്. മൂന്നാമത്തെ ദിവസവും അതാ ഉമ്മ വരുന്നു. വീണ്ടും വിളിക്കുന്നു, ജുറൈജേ. വീണ്ടും വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആരാധനയിലായിരിക്കുന്ന ജുറൈജ് റളിയല്ലാഹു അൻഹു വീണ്ടും ആ വിളിയെ തിരസ്കരിക്കുകയാണ്. കാരണം താൻ നമസ്കാരത്തിലാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു വിളിക്ക് ഉത്തരം നൽകിയില്ല. അപ്പോഴാണ് സഹോദരന്മാരെ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ദുആ ചെയ്യുകയാണ്. വല്ലാത്ത വിഷമമായി പോയി. എന്റെ മകൻ ഞാൻ വിളിച്ചിട്ട് 3 ദിവസമായല്ലോ. ഈ വലിയ പർവ്വതം, ഈ വലിയ മല താണ്ടിക്കൊണ്ടാണ് ഇവിടെ വരുന്നത്. എന്നിട്ടും എന്റെ ഉമ്മ, തന്റെ ഉമ്മ, അവന്റെ ഉമ്മയായ അവനെ പോറ്റി വളർത്തിയ, അവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത, അവന്റെ നൊന്ത് പ്രസവിച്ച മാതാവിന്റെ വിളി കേട്ടിട്ട് എന്തുകൊണ്ടാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു മറുപടി നൽകാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത വിഷമത്താലും ദുആ ചെയ്യുകയാണ്. 2 കൈകളും നീട്ടിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. ഈ ജുറൈജിൽ നീ നാണം കെടുത്തണേ, ഈ ജുറൈജിൽ നീ നാണം കെടുത്തണേ എന്ന് 2 കൈകളും ഉയർത്തിക്കൊണ്ട് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ദുആ ചെയ്യുകയാണ്. കാലം കഴിഞ്ഞു പോയി. കുറച്ചു കാലം കഴിഞ്ഞു. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സൽക്കർമ്മം കണ്ടുകൊണ്ട്, ഇങ്ങനെയുള്ള ഒരു ജീവിതം കണ്ടുകൊണ്ട് അവിടുത്തെ ആൾക്കാർ ഈ കുശുമ്പ് കൂടുകയാണ്. എല്ലാവരും ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയെങ്കിലും നാണം കെടുത്തണം എന്ന ഒരേ ഒരു ചിന്തയിലാണ് എല്ലാ ജനങ്ങളും. അങ്ങനെയിരിക്കെ അവിടേക്കൊരു വ്യഭിചാരിയായ സ്ത്രീ കടന്നു വരികയാണ്. എന്നിട്ട് ഉച്ചേത്തരം പ്രഖ്യാപിച്ചു, ഞാൻ ജുറൈജിനെ വഴിപിഴിപ്പിക്കാം. എല്ലാവരോടും ഉച്ചേത്തരം പ്രഖ്യാപിച്ചു, എനിക്ക് കഴിയും ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ വഴിപിഴപ്പിക്കാൻ. കാരണം ഈ ലോകത്തുള്ള, ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും എന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ വഴിപിഴപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ, വ്യഭിചാരിയായ ആ സ്ത്രീ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് സ്ത്രീ പോവുകയാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലാണ്. അപ്പോഴാണ് സഹോദരങ്ങളെ ഒരു വലിയ ഘട്ടം. മനുഷ്യനായ വികാരമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവൻ പതറിപ്പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പതറിപ്പോകുന്ന ഒരു നിമിഷമാണ്. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് വന്നിട്ട് ആ വ്യഭിചാരിയായ പെണ്ണ് പൂർണ്ണനഗ്നയായിക്കൊണ്ട് ഉടുതുണിക്ക് മറുമുടിയില്ലാതെ എല്ലാം അഴിച്ചിട്ടുകൊണ്ട് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പോവുകയാണ്. എന്നാൽ ഈമാനിന്റെ ശക്തം കൊണ്ട്, അല്ലാഹുമായുള്ള ബന്ധം ശക്തമായതിനാൽ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് ആ പരീക്ഷണത്തിൽ നിന്നും വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം അവളുടെ സൗന്ദര്യത്തിൽ വഴങ്ങിയില്ല. അദ്ദേഹത്തെ വഴിപിഴപ്പിക്കാൻ ആ വ്യഭിചാരിയായ പെണ്ണിന് കഴിഞ്ഞില്ല. പിന്നെ ആ പെണ്ണിന്റെ മനസ്സിൽ വെറും പകയാണ്, കോപമാണ്. ഈ ജുറൈജിനെ വഴിപിഴപ്പിക്കാതെ എനിക്ക് ഒരു നിമിഷവും ബാക്കിയില്ല. അങ്ങനെ ആ സ്ത്രീ മലയ്ക്കപ്പുറമുള്ള ഒരു ആട്ടിടയനുമായി ആടിനെ മയക്കുന്ന ആളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുകയാണ്. ഒരുപാട് നാളുകൾ കഴിഞ്ഞു. ഈ പെണ്ണ് ഗർഭിണിയായി. അപ്പോഴാണ് സഹോദരന്മാരെ നാട്ടിൽ വാർത്ത പകരുകയാണ്. വാർത്ത പൊട്ടിത്തെറിക്കുകയാണ്. ഇതാ
ചോദിച്ചപ്പോൾ ഈ പെണ്ണ് പറയുന്നത് നാം ഏവരും നല്ലവരെന്ന് വിചാരിക്കുന്ന അല്ലാഹുവിനെ ഏക ഇലാഹിനെ മാത്രം പേടിച്ച് ജീവിക്കുന്ന ജുറൈജുണ്ടല്ലോ, ആ ജുറൈജനെയാണ് ആ പെണ്ണ്, ആ ജുറൈജനെയാണ് ഈ പെണ്ണ് കാരണക്കാരനായി പറയുന്നത്. അങ്ങനെ ആൾക്കാരെല്ലാം ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ടെന്റിലേക്ക് നടന്നു കയറുകയാണ്. അദ്ദേഹത്തിന്റെ കൂടാരങ്ങൾ തച്ച് തകർക്കുകയാണ്. ഒന്നും അറിയുന്നില്ല ജുറൈജ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ജുറൈജ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹ് എന്തെങ്കിലും ഒരു വഴി തരണമേ. അങ്ങനെ ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനല്ല ഇതിന്റെ ആൾക്കാരെ ഞാൻ പറയിപ്പിച്ചു തരാം, ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, പറയിപ്പിച്ചു തരാം. അങ്ങനെ ആ പെണ്ണിന്റെ കയ്യിലുണ്ടായിരുന്ന കുട്ടിയോട് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിന്റെ ബാപ്പയാരാണ്? അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഈ മലയ്ക്കപ്പുറത്തുള്ള ഒരു ആട്ടിടയനാണ്. എന്താണ് സഹോദരങ്ങളെ, ചരിത്രം മനസ്സിലായല്ലോ. മറ്റൊന്നുമല്ല, വലിയ മഹാനാണ്, സൂഫിയാണ്, അല്ലാഹുവിനെ മാത്രം ചിന്തിച്ച് ജീവിച്ച മനുഷ്യനാണ്. എന്തേ ഇദ്ദേഹത്തിന് പറ്റിയ തെറ്റ്? മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ പ്രവാചകർ കടമകളിൽ എണ്ണിയല്ലോ, അവർ വിളിച്ചാൽ, മാതാപിതാക്കളെ വിളിച്ചാൽ മറുപടി നൽകണമെന്ന്. ഈ അദബിൽ ഈ മര്യാദ നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവിനുമായിട്ടുള്ള നമസ്കാരത്തിൽ സംഭാഷണത്തിലായതുകൊണ്ട് ഈ ഒരു കടമ നിറവേറ്റാൻ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചില്ല. ഈ ഒറ്റ കാരണം കൊണ്ടാണ് വലിയ സൂഫിയായ, വലിയ മഹാനായ, ആത്മീയ വിഹാരസിലെ ചോദ്യഗോളമായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് ഇത്രയും വലിയ പരീക്ഷണം നേരിടേണ്ടി വന്നത്. നോക്കണം സഹോദരങ്ങളെ, വലിയ മഹാന. അതിനിടയ്ക്കിൽ നമ്മളൊന്നുമല്ല, ഈമാനിന്റെ കോട്ട, അല്ലാഹ് എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ. പക്ഷേ പരീക്ഷണം ഏറ്റുവാങ്ങേണ്ടി വന്നു. കാരണം ഉമ്മ മല കയറി വിളിച്ചു, ജുറൈജ് വിളി കേട്ടില്ല. വീണ്ടും കയറി രണ്ടാമത്തെ ദിവസം ഒന്ന് വീണ്ടും കേട്ടു, വിളിച്ചു കേട്ടില്ല. മൂന്നാമത്തെ ദിവസം ആവർത്തിച്ചു. പക്ഷേ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു അല്ലാഹുവുമായിട്ടുള്ള നമസ്കാരത്തിലായതിനാൽ അദ്ദേഹത്തിന് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഈ ഒറ്റൊരു കാരണം കൊണ്ടാണ് വലിയ സൂഫിയായ, എപ്പോഴും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ഈ പരീക്ഷണത്തിന് വിധേയമായത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ വിഷയത്തിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. എന്താ? സ്വർഗീയ പാത മാതാപിതാക്കളിലൂടെ എന്നാണല്ലോ നമ്മുടെ വിഷയം. ഈ മാതാപിതാക്കൾ സ്വർഗീയ പാതയാകുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ മാതാപിതാക്കളുള്ള കടമകൾ നിറവേറ്റണം. ഇനിയും ഒരുപാടുണ്ട്, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞുവല്ലോ, അനാചാരങ്ങളും അധർമ്മങ്ങളും കൊടുകുത്തി വാഴ്ന്നിരുന്ന ഒരു കാലഘട്ടം, ധർമ്മത്തിന്റെ മേൽ അധർമ്മം വിജയം കൈവരിച്ചിരുന്ന ഒരു കാലഘട്ടം, പെണ്ണിന്റെ വ്യഭിചാരത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം, കാപാലയത്തിന് മുമ്പിൽ കള്ളു കൊടുത്തുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് കള്ളു കൊടുത്തുകൊണ്ട് വ്യക്തിയായിക്കൊണ്ട് വസ്ത്രം ധരിക്കാതെ തവാഫ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം, വെറും ഇരുട്ട് മാത്രമാണ് ലോകത്ത്, വെറും ഇരുട്ട് മാത്രമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നന്മയുടെ മേൽ അസത്യം വിജയം കൈവരിച്ച കാലഘട്ടം, ധർമ്മത്തിന്റെ മേൽ അധർമ്മം വിജയം കൈവരിച്ച ഒരു കാലഘട്ടം, അല്ലാഹുവിന്റെ പ്രവാചകർ അത് ദീനി പ്രബോധനത്തിന് വേണ്ടി നിയോഗിച്ച ആ ഘട്ടം, ചരിത്ര താളുകളിൽ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച, ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിച്ച ഒരു കാലമുണ്ടല്ലോ. ആ കാലത്തിനോട് സമാനമായ ഒരു കാലമാണ് നമുക്കിനി വരാനിരിക്കുന്നത്. ഒരു അധർമ്മം മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്, സത്യമെന്നുള്ളതേ ഇല്ല. വെറും വ്യഭിചാരം മാത്രമാണ്. റോഡിൽ കൂടി നടന്നു പോകാൻ ഒരു മുഅ്മിനിന് സാധിക്കില്ല. എവിടെയും വ്യഭിചാരികളായ പെണ്ണും പുരുഷനുമാണ്. റോഡരികിൽ പോലും വ്യഭിചാരം പരസ്യമായി നടക്കുന്ന ഒരു